അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വാട്സപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എന്താണ് ഹാക്കറിലെ ടെക്കിൻ്റെ വെർഷൻ 54 നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മൾ 2 ദിവസം മുമ്പാണ് മറ്റേ വാട്സപ്പ് ഇറക്കിയത്. പക്ഷേ എന്ത് പറയാൻ നമ്മുടെ വെർഷൻ അപ്ഡേറ്റ് വന്നു. അതുകൊണ്ട് തന്നെ വാട്സപ്പ് അപ്ഡേറ്റ് വന്നുകൊണ്ട് ആർക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പുതിയ വാട്സപ്പ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നേരെ വാട്സപ്പ് നോക്കാം. അപ്പം 3 പാക്കേജസ് ഞാൻ ആഡ് ചെയ്തേക്കാം. .gb, .com, അങ്ങനെ ആഡ് ചെയ്തേക്കുന്ന ശേഷം ഇതാണ് വാട്സപ്പ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള പക്ക വാട്സപ്പാണ്. അപ്പം എന്താണ് നമുക്കൊരു റെഡ് തീമാണ് പ്രശ്നം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വാട്സപ്പിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. അപ്പം നമുക്ക് മൈൽഡ് അക്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എയർപ്ലെയിൻ മോഡ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഗോസ്റ്റ് മോഡ് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് നമുക്ക് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈഡിൽ നമ്മുടെ സൈഡ് ബാറിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ തന്നെ മേളിൽ ക്ലോക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൈവസി ഓപ്ഷൻസ്, സെറ്റിങ്സ്, നമ്പർ, ലിങ്ക്. അപ്പം നമുക്ക് ഏതെങ്കിലും നമ്പറിൻ്റെ എന്താണ് ലിങ്ക് വേണമെങ്കിൽ അത് ഇവിടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ജനറേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് റിപ്പീറ്റർ കിടപ്പുണ്ട്. അപ്പം ജസ്റ്റ് കാണിച്ചില്ല. അപ്പം നമുക്ക് ടെക്സ്റ്റ് റിപ്പീറ്റർ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ACSI കൺവേർട്ടർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം എൻക്രിപ്റ്റ് ഡിക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലിങ്കുകളൊക്കെ അപ്പോൾ അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൈലിഷ് ടെസ്റ്റുകൾ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. അപ്പം എന്താണ് നമുക്ക് സ്റ്റൈലിഷ് ടെസ്റ്റുകൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിടപ്പുണ്ട്. അതും നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് കാൽക്കുലേറ്റർ ആഡഡ് ആണ്. പിന്നെ നമ്മുടെ കലണ്ടർ ആഡഡ് ആണ്. എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ എന്താണ് ആനിമേ എഫക്റ്റുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം സിസ്റ്റൻ്റെ അടുത്ത് കാണിച്ചു തരാം. അപ്പം പെട്ടെന്ന് കാണിച്ചില്ലെങ്കിൽ ഇപ്പം എന്താണ് നമ്മുടെ ഹാർട്ട് ഓഫ് ആനിമ, പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ആനിമ, സ്മോക്ക് ആനിമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് ആനിമ, പിന്നെ നമ്മുടെ സ്റ്റാർ ആനിമ. അപ്പം നിങ്ങൾക്ക് സൈഡിൽ കാണാം. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സൺഫ്ലവർ, പിന്നെ ചാറ്റ് ആൻഡ് ക്ലോക്ക്, അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ഡിസ്കൗണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ആനിമ എഫക്റ്റുകളൊക്കെ അപ്പോൾ കവർ ചെയ്തിട്ടുള്ള വാട്സപ്പാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി ഫീച്ചേഴ്സ് സൈഡിലെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ പ്രൈവസി ഏറ്റവും ആദ്യത്തെ കിടക്കുന്ന ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈഡ് ലാസ്റ്റ് സീന്, ഷോ സ്റ്റാറ്റസ് വ്യൂ, ഡിസേബിൾ ഫോർവേഡ് ടാഗ്, ഷോ എഡിറ്റർ മെസ്സേജ്, ഡിസേബിൾ ആൻറ്റി വ്യൂ വൺസ്, ഡിസേബിൾ ആൻറ്റി ഡിലീറ്റ് മെസ്സേജ്, ഡിസേബിൾ ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ്, ഷോ ബ്ലൂടിക്ക് ഓൺ റിപ്ലൈ, പിന്നെ നമ്മുടെ ബ്ലൂടിക്ക് നമ്മുടെ എന്താണ് ബ്ലൂടിക്ക് നമ്മുടെ ഡബിൾ ടിക്ക് ടൈപ്പിംഗ്, റെക്കോർഡിംഗ്, പ്ലേയിങ്, റീസെറ്റ്, പ്രൈവസി. അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി മെസ്സേജ് ഷെഡ്യൂളർ, ഓട്ടോ റിപ്ലൈ, മെസ്സേജ് നമ്പർ, മാസ് മെസ്സേജ് സെൻറ്റർ, അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഹാക്കറിലായിട്ടൊക്കെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ പിന്നെ എൻ്റെ കോൺടാക്റ്റ് ഉള്ള എൻ്റെ ഡയറക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. പിന്നെ നമുക്ക് സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് പ്രൈവസി. അപ്പം നമ്മുടെ പുതിയ പ്രൈവസി ആഡ് ചെയ്തേക്കുന്നത്. അപ്പം എന്താണെങ്കിൽ നമുക്കൊരു അടിപൊളി പ്രൈവസി കിട്ടുന്നുണ്ട്. നമ്മുടെ ജസ്റ്റ് ഫസ്റ്റ് ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്ക് ആൻറ്റിവൈറസ് സിസ്റ്റം കിടപ്പുണ്ട്. അപ്പം ആൻറ്റിവൈറസ് ബട്ടൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻറ്റി ഹോം ലാഗ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ഇമേജ് വൈറസ്, സ്പോട്ടഡ് മെസ്സേജ്, ഡോൺ ഷോ ടെസ്റ്റ്, വെബ് വൈറസ്, നമ്മുടെ ലിങ്ക് കളർ, മെൻഷൻ വൈറസ്, റീഡ് മോർ, വി കാർഡ്, കാറ്റലോഗ്, പിന്നെ കാറ്റലോഗ് വൈറസ്, ട്യൂബ്, മീഡിയ ക്യാപ്ഷൻ, ലൊക്കേഷൻ, ഡോക്യുമെൻറ്റ്, റിമൂവ് ഫാൻസി ലിസ്റ്റ്, ഫിക്സ്, നോ ലോക്ക്, ഇമ്മ്യൂണ്, ബഗ്, ബോട്ട്, പിന്നെ നമ്മുടെ ട്രോളി ബഗ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറസ് ആൻറ്റി ഇമ്മ്യൂണായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വെരിഫൈറ്റിക്ക്, ഓട്ടോ ഫോർവേഡ്, പിന്നെ കോൾ ബഗ് ക്രാഷ് ഉണ്ട്, ഫിക്സ് കോൾ ബഗ് ക്രാഷ് ഉണ്ട്, പിന്നെ നമ്മുടെ USB ടെസ്റ്റ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മോർ ഫീച്ചേഴ്സ് നമുക്കൊരു ബാൻഡ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ഇതാണ് ആൻറ്റി ബാൻ ആണ്. അപ്പം ജസ്റ്റ് ഓണക്കി വേണമെങ്കിൽ ഇടുക. പിന്നെ നമ്മുടെ 1 ക്ലിക്ക് റിമൂവ് ഓൾ പാർട്ടിസിപ്പൻസ്, ഫോർവേഡ് മെയിൻറ്റെയിൻസ്, ടൈപ്പ് ആസ് റെക്കോർഡിംഗ്, 30 മെസ്സേജ് സെൻറ്റർ, ഡ്യൂറിംഗ് കോൾ വോയിസ് റെക്കോർഡ്, മാർക്കാസ് അൺവ്യൂ ചാറ്റ്, റിമൂവ് ക്യാരക്ടർ ലിമിറ്റ് ഫ്രം നെയിം, ഡ്യൂറിംഗ് കോൾ വോയിസ് റെക്കോർഡ്, സസ്പെൻഡ് ലിങ്ക്സ്. അപ്പം ഇത് ഓണാക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ലഭിക്കുന്ന മെസ്സേജൊക്കെ സസ്പെൻഡ് ലിങ്ക് ആയിട്ട് കാണിക്കാനായിരിക്കും. പിന്നെ നമ്മുടെ റിമൂവ് ക്യാരക്ടർ ലിമിറ്റ് ഫ്രം സ്റ്റാറ്റസ്, അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓട്ടോ റിപ്ലൈ, നമ്മുടെ ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് നമുക്ക് മെസ്സേജ് ഷെഡ്യൂളർ, മാസ് മെസ്സേജ് സെൻറ്റർ, ക്വിക്ക് റിപ്ലൈ, ഹൂ ബ്ലോക്ക് യു, പിന്നെ ചേഞ്ച് പാസ്വേഡ്, നമ്മുടെ എന്തെങ്കിലും മെസ്സേജ് ഡിക്രിപ്റ്റ് ചെയ്ത് അയക്കണമെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് എൻക്രിപ്റ്റ് ചെയ്ത് അയക്കണമെങ്കിൽ അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മീഡിയ സെറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഹൈഡ് മീഡിയ ഫ്രം ഗാലറി ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എനേബിൾ വീഡിയോ പ്ലെയർ, സ്റ്റോപ്പ് മീഡിയ പ്രിവ്യൂ, സെൻഡ് ഇമേജസ് ഇൻ ഫുൾ റെസൊല്യൂഷൻ, സെൻഡ് വീഡിയോ ഇൻ ഫുൾ റെസൊല്യൂഷൻ, സെൻഡ് ഓഡിയോ ലാർജർ ദാൻ 16 MB, ഡിസേബിൾ ഇമേജ് ഷെയർ ലിമിറ്റ്, ഡിസേബിൾ ഡോക്യുമെൻറ്റ് ഷെയർ ലിമിറ്റ്, 5 മിനിറ്റ് സ്റ്റാറ്റസ്. പിന്നെ നമ്മുടെ മാനേജ് ഗാലറി ഇവിടെ തന്നെ എടുക്കാനുള്ള ആവശ്യം വരുന്നുണ്ട്. പിന്നെ നമുക്ക് 3D എഫക്റ്റ്, സ്നോ എഫക്റ്റ്, അപ്പം എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ആനിമ 3D സ്ക്രോൾ എഫക്റ്റുകളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് അത് എടുക്കണം. പിന്നെ നമ്മുടെ ഫാളിങ് എഫക്റ്റിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഹോം സ്ക്രീനിലും ഫോർവേഡ് സൈസ് സ്ക്രീനിലും നമുക്ക് എന്തെങ്കിലും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ബബിൾസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവർ കിട്ടുന്നുണ്ട്. അപ്പം ഹോം സ്ക്രീനും കോൺവെർസേഷൻ സ്ക്രീനും കിട്ടുന്നപ്പം അതും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓണാക്കിയിടുക. പിന്നെ നമുക്ക് ബാക്ക് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ് നമ്മുടെ എന്താണ് ഓൺലൈൻ ടോസ്റ്റ് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് സ്റ്റോറി ടോസ്റ്റ് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ടൈപ്പിംഗ് ടോസ്റ്റ് ഇപ്പം 4 ടോസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ റിംഗ് ടോൺ, പിന്നെ അതിൻ്റെ കളർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് അതിൽ തന്നെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ വോയിസ് ഡ്യൂറേഷൻ നമുക്ക് എന്താണ് 7 തരം വോയിസ് ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം വേണ്ടവരൊക്കെ ഓണാക്കിയിട്ട് പിന്നെ നമ്മുടെ ഹോം ഫീച്ചേഴ്സ് നമ്മുടെ ക്ലീൻ ക്യാച്ച് 10, 110, 100+,
11+ കിട്ടുന്നുണ്ട്. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഡയറക്റ്റ് വാട്സപ്പ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് പുതിയതായി ജോയിൻ ചെയ്യാനുള്ളതൊക്കെ ജോയിൻ ചെയ്യുക ഗൈസ്. അപ്പം അതും കിടപ്പുണ്ട്. അപ്പം പുതിയ പേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ് കാര്യങ്ങൾ ഒന്നും വരത്തില്ല. അപ്പം പിന്നെ നമ്മുടെ പ്രൈവസിക്കകത്ത് ഇവിടെ ആൻറ്റിവൈറസിൻ്റെ കയറാനുള്ള ഇവിടെ നിന്ന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ മറ്റേത് പഴയ തന്നെ കയറാം. പിന്നെ ഫ്രീസ് ലാസ്റ്റ് സീൻ കിടപ്പുണ്ട്. ആൻറ്റി വൺസ് ഡിസേബിൾ ഫോർവേഡ് ഗ്രൂപ്പ് മെസ്സേജ് കൗണ്ടർ, പിന്നെ ഹു ക്യാൻ കോൾ മീ, കസ്റ്റം പ്രൈവസി, ഹൈഡ് പ്രൈവസി ഓപ്ഷൻ, ഹൈഡ് അപ്ഡേറ്റ് ഓപ്ഷൻ, പിന്നെ നമ്മുടെ ഹൈഡ് വ്യൂ സ്റ്റാറ്റസ്, ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ്, ഹൈഡ് റീപോസ്റ്റ് സ്റ്റാറ്റസ് ബട്ടൺ, അപ്പം ഹൈഡ് ഡൗൺലോഡ് സ്റ്റാറ്റസ് ബട്ടൺ. അപ്പോൾ എന്താണ് നമ്മുടെ മെസ്സേജ് സ്റ്റാറ്റസിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെയാണ്. പിന്നെ ഷോ എഡിറ്റഡ് മെസ്സേജ്, ആൻറ്റി ഡിലീറ്റ് മെസ്സേജ്, ഡിലീറ്റ് ഫോർ എവരി വൺ, ഡിലീറ്റ് മീഡിയ ടൈം, അൺവ്യൂജ്, ഷോ ബ്ലൂ ടിക്ക് ആഫ്റ്റർ റിപ്ലൈ, പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ലോക്കുകൾ വളർത്തപ്പെടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ടീംസ് ഇവിടെ നമ്മുടെ ലൈറ്റ് മോഡ് ഡാർക്ക് മോഡ് ഇവിടെ കിടപ്പുണ്ട്. സോ ടീംസ് വേണ്ടവരെടുത്ത് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിങ്ങിൻ്റെ അകത്ത് നമ്മുടെ നോർമലായിട്ട് ആപ്പ് ലാംഗ്വേജ്, പിന്നെ കോൺവെർസേഷൻ മൾട്ടി കാർഡ് വേണമെങ്കിൽ അത് ഡിസേബിൾ ഹെഡ്സെറ്റ് നോട്ടിഫിക്കേഷൻ, ഡിസേബിൾ ഓഡിയോ പ്ലേയിങ് നോട്ടിഫിക്കേഷൻ, ഇൻക്രീസ് ഫോർവേഡ് ലിമിറ്റ്, ഡിസേബിൾ സ്വൈപ്പ് ടു എക്സിറ്റ് കോൺവെർസേഷൻ, ഓൾവേസ് ഓൺലൈൻ കിട്ടുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് നോർമൽ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. കളേഴ്സ്, സ്റ്റൈൽസ്, ലുക്ക് ആൻഡ് ഫീൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോം സ്ക്രീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈഡ് ചാൻസ് ഡിവൈഡ്, ഹൈഡ് അൺസേവ്ഡ് നമ്പേഴ്സ് അങ്ങനത്തെ ഓപ്ഷൻസും, പിന്നെ നമ്മുടെ ഹെഡറിൻ്റെ ലുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ആണെങ്കിൽ അത് അപ്പുറം സെപ്പറേറ്റ് ഗ്രൂപ്പ് ചാറ്റ്, സെറ്റ് മൈ നെയിം, പിന്നെ ഷോ ആഡ് അക്കൗണ്ട്, പോസ്റ്റ് മോഡ്, ഷോ ക്യാമറ ഐക്കൺ, ഷോ ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ്, പിന്നെ അങ്ങനത്തെ അല്ല നമ്മുടെ നോർമലായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കോമൺ സ്ക്രീൻ ആണെങ്കിൽ നമ്മുടെ സെൻഡ് ഹിഡൻ മെസ്സേജ്, സ്വിച്ച് ഡയറക്റ്റ് കോൺടാക്ട്, കംഫേം ഫോർ സെൻഡിങ് സ്റ്റിക്കർ, ന്യൂ അറ്റാച്ച്മെൻറ്റ്, റിവ്യൂ, ഹൈലൈറ്റ് ആൻഡ് ഗ്രൂപ്പ് അഡ്മിൻ, ഇൻഡിക്കേറ്റർ, ഓട്ടോ റെസ്പോണ്ടർ, മെൻഷൻ. അപ്പം എന്താണ് നമ്മുടെ മെൻഷൻ വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാൻ നേരം. പിന്നെ നമുക്ക് എന്താണ് മെൻഷൻ, നമ്മുടെ ടാഗുകൾ, ഹൈഡ് ടാഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്താണ് നമ്മുടെ ആരെങ്കിലും ടാഗ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ അറ്റടിച്ചിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മെസ്സേജ് വരുന്നേക്കും. അപ്പം ആ ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിലീറ്റ് ഗ്രൂപ്പ് ഓൺ എക്സിറ്റ്, അപ്പം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മെസ്സേജ് നമ്മുടെ ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് നോക്കി യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് എന്താണ് ഡിസേബിൾ മോർ ഓപ്ഷൻ, ഡയലോഗ് ബബിൾ, പിന്നെ നമ്മുടെ കസ്റ്റം വാൾപേപ്പർ, പ്രൊഫൈൽ പിക്ക് വാൾപേപ്പർ ഒക്കെ ഉള്ള ഓപ്ഷൻ, പിന്നെ നമ്മുടെ എനേബിൾ പ്രോക്സിമിറ്റി സെൻസർ, ഡിസേബിൾ ഔട്ട്പുട്ട് സ്വിച്ചിങ്, പ്ലേ വോയിസ് നോട്ട്സ്, ഫോർവേഡ് ആസ് വോയിസ് നോട്ട്, ട്രാൻസ്ലേറ്റ് ഓപ്ഷൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ അപ്പം ജസ്റ്റ് നേരത്തെ കാണിച്ചാണ്. അപ്പോൾ അത് തന്നെയാണ്. പിന്നെ മെസ്സേജ് മാനേജ്മെൻറ്റ്, നമ്മുടെ ഓട്ടോ റിപ്ലൈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് സെറ്റിംഗ്സ് മീഡിയ, അപ്പം നമ്മൾ നേരത്തെ ഇതും കാണിച്ചതാണ്. അപ്പം ഇവിടെയൊക്കെ നേരത്തെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ അത് എടുത്തിട്ട് പിന്നെ നമ്മുടെ നാവിഗേഷൻ എഫക്റ്റ്, നമ്മുടെ സ്ക്രോളിംഗ് എഫക്റ്റാണ്. നമ്മുടെ ബാക്കപ്പ് റീസ്റ്റോർ, നമുക്ക് ടൈറ്റാനിയം ബാക്കപ്പ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വേസ്റ്റ് ക്ലീനിങ്, നമ്മുടെ എന്താണ് ക്ലീൻ ക്യാച്ച്, നമ്മുടെ ലോഗുകൾ ക്ലിയർ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ അവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ വിഡ്ജറ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ അതൊക്കെ വരുന്നത്. പിന്നെ അപ്ഡേറ്റ് മന്ത്ലൈസ് പുതിയ പീസ് അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കുറേ പേർക്ക് അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് അപ്ഡേറ്റ് വന്നപ്പോൾ ഒന്നും ചെയ്യാനില്ലാണ്ടായി. പിന്നെ നമ്മൾ പെട്ടെന്ന് പുതിയ വാട്സപ്പ് ഏറ്റവും പുതിയ വെർഷൻ നമ്മളെടുത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് വെർഷൻ എടുത്ത് കാണിച്ചു തരാം. എന്താണ് നമുക്ക് വെർഷൻ വന്നേക്കുന്നത്, ഫസ്റ്റ് വെർഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 2.24.2.74 ഏറ്റവും പുതിയ വെർഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു കുഴപ്പമില്ല, അപ്ഡേറ്റ് ഒന്നും ഇനി വരുന്നില്ല. അപ്പം എല്ലാവർക്കും എടുത്ത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഇവിടെ ചാറ്റ് ഫിൽറ്റർ എടുക്കണം. അൺറീഡ് മെസ്സേജ്, കോൺടാക്റ്റ്, ഗ്രൂപ്പ് അങ്ങനത്തെ എന്താണ് ചാറ്റ് ഫിൽറ്ററുകൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കോൺവെർസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് നോർമലായിട്ടുള്ള എഫക്റ്റുകൾ നമ്മുടെ എന്താണ് ഇവിടുന്ന് നമുക്ക് ബോംബ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോംബ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോംബ് സെറ്റ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെറ്റ് ചെയ്ത് നമ്മുടെ ലവ് ഓപ്ഷൻസ്, പിന്നെ അങ്ങനത്തെ എന്താണ് നോർമൽ ഓപ്ഷൻ, കൂൾ ഫോൺസ്, പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ സ്റ്റൈലിഷ് ടെസ്റ്റ്, പിന്നെ നമുക്ക് ബ്ലോക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പാം സെൻറ്റർ ഇവിടെ കിട്ടുന്നുണ്ട്. ഐഫോണിനും ആൻഡ്രോയിഡിനും സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ റീഡോൾ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വോയിസ് ചേഞ്ചർ അങ്ങനത്തെ കാര്യങ്ങൾ നോർമലായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മെസ്സേജ് ബബിൾ കിട്ടുന്നുണ്ട്. മോഡിഫൈ ചാറ്റ്, കോപ്പി സെലക്ഷൻ, ട്രാൻസ്ലേറ്റ്, ചേഞ്ച് ട്രാൻസ്ലേറ്റ് ലാംഗ്വേജ്, ഇൻട്രാക്ഷൻ, ഡബിൾ ടാപ്പ് റിയാക്ഷൻ, എൻക്രിപ്റ്റ്, പിന്നെ ഷെയർ, സ്റ്റാർട്ട് മെസ്സേജ്, നോട്ടിഫൈമെൻറ്റ് മെസ്സേജ് ഉണ്ട്, മെസ്സേജ് ഇൻഫോ അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വോയിസ് നോട്ട് കിട്ടുന്നുണ്ട്. ജസ്റ്റ് വോയിസ് നോട്ട് അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് കഴിക്കാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, അതും സെറ്റായിട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിട്ടുള്ളൊരു വാട്സപ്പാണ്. അപ്പം എന്താണ് നല്ലൊരു അടിപൊളി വാട്സപ്പാണ്. അപ്പം നിങ്ങളെടുത്ത് യൂസ് ചെയ്യേണ്ടവരൊക്കെ യൂസ് ചെയ്യുക. അപ്പം എന്താണ് അപ്ഡേറ്റിൻ്റെ പ്രശ്നം ഇല്ലാത്തൊരു വാട്സപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യുക. അപ്പം എന്താണ് ഒരു അടിപൊളി വാട്സപ്പാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതെങ്കിൽ എല്ലാവരും ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.